الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. ഒരു ഫജ്ർ നിസ്കാരം കഴിഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരുടെ നേരെ തിരിഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചു തുടങ്ങുകയാണ്. ഒരാള് ഒരു പശുവിനെയും കൊണ്ട് നടക്കുകയാണ്, മുൻഗാമികളുടെ കൂട്ടത്തിൽ ഒരാൾ. അതിനിടയിൽ അയാൾ ആ പശുവിൻ്റെ മുതുകത്ത് കയറിയിരുന്നു. അത് നടക്കാൻ കൂട്ടാക്കാത്തത് കൊണ്ട് അയാൾ അതിനെ പിടിച്ച് തല്ലി അടിച്ചു. അപ്പൊ ആ പശു സംസാരിച്ചു. ഞാൻ ഇന്നലം നുഖ്ലഖ് ലിഹാദ, ഇതിനു വേണ്ടിയിട്ടല്ല ഞങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നമാ ഖുലിഖ്നാ ലിൽ ഹർഫ്, കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു ഞങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ മുന്നിലിരിക്കുന്ന സഹാബിമാർ ഒരു കൗതുകത്തോടു കൂടി ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, ബഖറത്തുൻ തകല്ലം, അള്ളാഹുവിന്റെ റസൂലെ, ഒരു പശു സംസാരിക്കുകയോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി ഊമിനു ബിഹാദാ അന വ അബൂബക്കർ വ ഉമർ, ഇത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അബൂബക്കർ വിശ്വസിക്കുന്നുണ്ട്, ഉമറും വിശ്വസിക്കുന്നുണ്ട്. വമാഹുമാ സമ്മ, അബൂബക്കറും ഉമറും ആ സദസ്സിൽ ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയാണ്, ഒരു ആട്ടിടയൻ അയാളുടെ ആട്ടിൻ പറ്റുമായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചെന്നായ വന്നിട്ട് കൂട്ടത്തിൽ നിന്ന് ഒരു ആടിനെ പിടിച്ചിട്ട് ഓടിപ്പോയി. ഈ ആട്ടിടയൻ അതിന്റെ പിന്നാലെ ഓടി ആ ആടിനെ മോചിപ്പിച്ചു. അപ്പൊ ആ സമയത്ത് ചെന്നായ സംസാരിച്ചു. ഞാൻ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ദിഅ്ബുൻ യതകല്ലം, അല്ലാഹുവിന്റെ റസൂലേ, ഒരു ചെന്നായ സംസാരിക്കുകയോ? ഒരു ചെന്നായ എങ്ങനെയാണ് സംസാരിക്കുക? അവരതിനെ നിഷേധിക്കുകയോ തള്ളിക്കളയോ ഒന്നും അല്ല, അതിന്റെ അത്ഭുതം അവര് പ്രകടിപ്പിക്കുകയാണ്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി ഊമിനു ബിഹാദാ അന വ അബൂബക്കർ വ ഉമർ, ഇത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അബൂബക്കർ വിശ്വസിക്കുന്നുണ്ട്, ഉമറും വിശ്വസിക്കുന്നുണ്ട്. വമാഹുമാ സമ്മ, അബൂബക്കറും ഉമറും ആ സദസ്സിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റ് അതാണ്. അബൂബക്കറും ഉമറും ഇല്ലാത്ത സദസ്സിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറയുന്നത്. എന്നിട്ട് നബി പറയാണ്, അബൂബക്കറും ഉമറും അത് വിശ്വസിക്കുന്നുണ്ട്. അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഈമാൻ എന്ന് പറഞ്ഞാൽ. ചരിത്രത്തിലെ രണ്ട് അത്ഭുതങ്ങളാണ്
അബൂബക്കറും ഉമറും. എത്ര മനോഹരമായിട്ടാണ് ദീനിന്റെ ഓരോ നിയമങ്ങളും അവർ ജീവിതത്തിൽ പകർത്തിയത്. എത്ര സുന്ദരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ ചേർന്ന് നിന്നത്. എത്ര ഗംഭീരമായിട്ടാണ് അവർ മുന്നിൽ നിന്ന് നയിച്ചത്. അവരിൽ നിന്നൊക്കെ നമ്മൾ എത്ര അകലെയാണ്, ദൂരെയാണ് എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കുക. ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല പറയുന്ന വളരെ ശ്രദ്ധേയമായൊരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കുക. ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹ. ഈ ഉമ്മത്തിലെ തുടക്കക്കാര് എന്തുകൊണ്ടാണോ നന്നായത്, ആ കാരണം കൊണ്ടല്ലാതെ ഈ ഉമ്മത്തിലെ അവസാനത്തെ ആൾക്കാരും നന്നാവുകയില്ല. ഈ ഉമ്മത്തിന്റെ തുടക്കക്കാരാരാണ്? അവർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം കേട്ടവരാണ്, നബിയുടെ കൂടെ ഇരുന്നവരാണ്, നബിയുടെ കൂടെ നടന്നവരും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കടന്നവരുമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പട്ടിനേക്കാളും മിനുസമുള്ള കൈ പിടിച്ചിട്ട് ബൈഅത്ത് ചെയ്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചവരാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യകോലത്തിൽ വന്നതും നബിയോട് ചോദ്യങ്ങൾ ചോദിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തതും കണ്ണുകൊണ്ട് കണ്ടവരാണ്, കാതുകൊണ്ട് കേട്ടവരാണ്. കൊടും തണുപ്പുള്ള രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാരമുള്ള വഹീന്റെ വചനങ്ങൾ ഇറങ്ങും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടം വിയർക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടവരാണ്. ബദറിലും മുഹദിലും ഖന്തക്കിലും തബൂക്കിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചേർന്ന് നിന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും പങ്കുചേർന്നവരാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യൂണിവേഴ്സിറ്റിയിലെ ബിരുദധാരികളാണ്. ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഒന്നാമത്തെ ബാച്ചാണ് സഹാബിമാർ. അവരെന്തുകൊണ്ടാണോ നന്നായത്, അതുകൊണ്ടേ ഈ ഉമ്മത്തിന്റെ അവസാനത്തെ ആൾക്കാരും നന്നാവുകയുള്ളൂ എന്നാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. വകുല്ലു ഖൈരിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ശർരിൻ ഫിബ്തിദാഇ മൻ ഖലഫ്. അവർ നടന്ന വഴികളിലൂടെ നടക്കുന്നതിലാണ് എല്ലാ നന്മയും ഉള്ളത്. അവർ നടന്ന വഴികൾ ഒഴിവാക്കിയിട്ട് പുതിയ പാതകൾ അന്വേഷിക്കുന്നിടത്താണ് എല്ലാ പ്രശ്നങ്ങളും ഉള്ളത്. അണപ്പല്ലുകൊണ്ട് സഹാബിമാരുടെ ചര്യ കടിച്ചു പിടിക്കാനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോടും അവരോടും പറഞ്ഞിട്ടുള്ളത്. ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് വല്ലാത്തൊരു ഉപദേശം തന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള ഒരു ഉപദേശം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് തന്നു. സറഫത് മിൻഹൽ ഉയൂൻ വജിലത് മിൻഹൽ ഖുലൂബ്. ഞങ്ങളുടെ ഹൃദയങ്ങൾ വിറച്ചുപോയി, ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പൊ കൂട്ടത്തുനിന്ന് ഒരു സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ് കഅന്ന ഹാദിഹി മൗഇലതു മുവദ്ദിഇൻ. ഇതൊരു വിടവാങ്ങുന്ന മനുഷ്യന്റെ സംസാരം പോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ, ഞങ്ങൾ ഉപദേശിക്കണം. എന്താണ് നിങ്ങൾക്ക് ഞങ്ങളോട് പറയാനുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ ഉപദേശിക്കാൻ ആ ഉപദേശത്തിനിടക്ക് നബി പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. എനിക്ക് ശേഷം ആര് ജീവിക്കുന്നുവോ അവർ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ഈ ദീനിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നൊന്നല്ല നബി പറഞ്ഞത്. എനിക്ക് ശേഷം ജീവിക്കുന്നവർ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നേരിടേണ്ടി വരും. പക്ഷെ അവിടെ പരിഹാരം എന്താണെന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ഫഅലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. നിങ്ങൾ എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കുക, ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കുക. അബ്ദു അലൈഹാ ബിൻ നവാജിദ്. അത് നിങ്ങൾ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം എന്നാണ് പറഞ്ഞത്. അല്ലെ, നമ്മുടെ മുൻപല്ലുകൊണ്ട് കടിച്ചു പിടിക്കുന്നതും അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുന്നതും തമ്മിൽ മാറ്റമുണ്ട്. അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുമ്പോൾ അതിനൊന്നുകൂടി ബലമുണ്ട്, അതിനൊന്നുകൂടി ശക്തിയുണ്ട്. അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ. ദീനിലേക്ക് പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് നിങ്ങൾ കരുതണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ. അങ്ങനെ പുതിയതായിട്ട് ചേർക്കുന്നതൊക്കെ ബിദ്അത്താൻ. വകുല്ല ബിദ്അത്തിൻ ദലാല. എല്ലാ ബിദ്അത്തും വഴികേടാൻ. അവിടെ പിന്നെ നല്ല ബിദ്അത്ത് ചീത്ത ബിദ്അത്ത് ഒന്നുമില്ല. ദീനിലേക്ക് പുതിയൊരു കാര്യം ആര് കൂട്ടിച്ചേർത്താലും അത് ബിദ്അത്താൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബിമാരുടെയും കാൽപ്പാടുകൾ ചാണിന് ചാണായിട്ട് മുഴത്തിന് മുഴമായിട്ട് പിന്തുടരുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ.
പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോടും ഖുർആനിന്റെ ആയത്തുകളോടും സഹാബിമാർക്കുണ്ടായിരുന്ന നിലപാട് എന്താണ്, സലഫുകൾക്കുണ്ടായിരുന്ന സമീപനം എന്താണ് എന്നാണ് നമ്മൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ, അതിലൊരു അല്പം പോലും സംശയം അവർക്കില്ല. ഒരു തരിമ്പ് സംശയം പിന്നെ ബാക്കിയില്ല. നബി പറഞ്ഞിട്ടുണ്ടോ, ഞങ്ങളത് വിശ്വസിച്ചിട്ടുണ്ട്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ, ഞങ്ങളത് അംഗീകരിച്ചിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഹദീസിൽ വന്നാലാണ് പ്രശ്നം, ഖുർആനിൽ വന്നാൽ പ്രശ്നമില്ല. ഇപ്പൊ ഒട്ടകം സംസാരിച്ചു എന്ന് ഹദീസിലുണ്ട്. ഇപ്പൊ എങ്ങനെ ഒട്ടകം സംസാരിക്കുക? ബുദ്ധിയോണ്ട് ആലോചിക്കുകയാണ്. ഉറുമ്പ് സംസാരിച്ചു എന്ന് ഖുർആനിലില്ലേ? ഖുർആനിലുണ്ട്. ഖുർആനാണ്, പിന്നെ അത് തള്ളാൻ പറ്റൂലല്ലോ. ഹുദ്ഹുദ് പക്ഷി സംസാരിച്ചു, മരം കൊത്തി സംസാരിച്ചു എന്ന് ഖുർആനിലുണ്ട്. അപ്പൊ ഒരാൾ ബുദ്ധിയോണ്ട് ആലോചിച്ചിട്ട് ആ ആയത്തിനെ സ്വീകരിക്കാൻ നിന്നാലോ അയാൾക്ക് അത് സ്വീകരിക്കാൻ പറ്റുമോ? ഇപ്പൊ ഖുർആൻ ആയാലും ഹദീസ് ആയാലും പ്രമാണമാണ്. സഹിഹായ ഒരു ഹദീസിൽ ഒരു സംഗതി വന്നിട്ടുണ്ടോ, അത് നമ്മൾ വിശ്വസിച്ചിരിക്കണം. അത് നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാത്ത് പാലത്തെ പറ്റിയിട്ട് പറഞ്ഞു, അന്നൽ ജിസ്റ അദഖു മിനശ് ശഅറതി വഅഹദ്ദു മിനസ് സൈഫി. അല്ലേ, ആ സിറാത്ത് പാലത്തിന്റെ വിശേഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരാണ്. അതൊരു മുടിനാരിന്റെ അത്ര ഉള്ളൂ എന്നാ പറഞ്ഞു. അതിനേക്കാളും മെലിഞ്ഞതാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. ഇപ്പൊ ഒരാളിങ്ങനെ ആലോചിക്കുക, എങ്ങനെ ഇപ്പൊ അയിമ കൂടെ നടക്കുക, അത് പൊട്ടി വീകൂലേ, അതിന് ഉറപ്പുണ്ടാവുമോ? നബി പറഞ്ഞതാണ്, നമ്മൾ അങ്ങനെ വിശ്വസിക്കണം. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ആഖിറത്തിൽ സൂര്യൻ തൊട്ടടുത്തായിരിക്കും. മഹ്ശറിൽ ഓരോരുത്തരും വിയർപ്പിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുകയായിരിക്കും. നെരിയാണി വരെ വിയർപ്പെത്തിയവരുണ്ടാകും, കണങ്കാല് വരെ എത്തിയവരുണ്ടാകും, മുട്ടുവരെ എത്തിയവരുണ്ടാകും, അര വരെ എത്തിയവരുണ്ടാകും, വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവരുണ്ടാകും. ഖദ്റു മൈൽ, ഒരു മൈലിന്റെ അത്ര അടുത്തായിരിക്കും സൂര്യൻ എന്നാ പറഞ്ഞത്. ഒരു മൈൽ എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്കുള്ള വ്യാഖ്യാനങ്ങൾ കാണാൻ പറ്റും. ഒന്ന്, സാധാരണ നമ്മൾ ദൂരത്തിന്റെ അളവ് പറയുന്ന ഒരു മൈൽ ദൂരം, അത്ര അടുത്തായിരിക്കുന്ന. അല്ലെങ്കിൽ ഈ സുറുമക്കോലിന് അറബിയിൽ മൈൽ എന്ന് പറയലുണ്ട്. സുറുമയിടാൻ ഉപയോഗിക്കുന്ന കോല്, അത്ര അടുത്തായിരിക്കുന്ന പറഞ്ഞത്. അപ്പൊ ഒരാളിങ്ങനെ ആലോചിക്കാൻ, എങ്ങനെ അത് അങ്ങനെ അടുത്ത് വന്നാല് മനുഷ്യന്മാർ കരിഞ്ഞു പോകൂലേ, ഒരു ബാക്കി ഉണ്ടാവോ? ബുദ്ധി കൊണ്ട് ആലോചിക്കാൻ അതില്ല. വലൈസ ഫി സുന്നതി ഖിയാസുൻ വലാ തുദ്റകു ബിൽ ഉഖൂലി വലൽ അഹ്വാ ഇന്നമാ ഹുവൽ ഇത്തിബാഉ വ തർകുൽ ഹവാ. നബി പറഞ്ഞതാണോ നമ്മളത് വിശ്വസിച്ചിരിക്കും. അത് നമ്മളെ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, അത് എനിക്ക് മനസ്സിലായിട്ടില്ല, അത് എന്റെ പ്രശ്നമാണ്, എന്റെ ബുദ്ധിന്റെ കുറവാണ്. അതാണ് മൻഹജു സലഫ് എന്ന് പറഞ്ഞാൽ. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുപോലെ അംഗീകരിക്കുന്നു. ബുദ്ധിയോട് മാത്രം ആലോചിച്ചിട്ട് ഒരാൾക്ക് ദീൻ അനുസരിച്ചിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇപ്പൊ ആർത്തവകാരി, ഒരു പെണ്ണ് ആർത്തവ സമയത്ത് നോമ്പെടുക്കാൻ പറ്റൂല, നോമ്പെടുക്കൽ ഹറാമാണ്, നിസ്കരിക്കാനും പറ്റൂല. എന്നാൽ ആർത്തവ സമയത്ത് നഷ്ടപ്പെട്ട നോമ്പ് അത് പിന്നീട് നോറ്റ് വീട്ടാൻ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിസ്കാരം മടക്കി നിർവഹിക്കാൻ, പിന്നീട് വീട്ടിൽ നിർവഹിക്കാൻ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അതെന്തപ്പോ നിസ്കാരം മടക്കി നിർവഹിക്കേണ്ട, നോമ്പ് നോറ്റ് വീട്ടണം, അതെന്താ അങ്ങനെ? അതങ്ങനെയാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എന്താ, ളുഹറിന് പതുക്കനെ ഓതുന്നു, ഇശാക്ക് ഉറക്കനെ ഓതുന്നു, അസറിന് പതുക്കനാണല്ലോ ഓതുന്നത്, മഗ്രിബിന് നമ്മൾ ഉറക്കനെ ഓതുന്നുണ്ടല്ലോ, അതെന്താ അങ്ങനെ? അതങ്ങനെയാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഒരാൾ ഇവിടുന്ന് ഹജ്ജിന് പോയി, ഉംറക്ക് പോയി. ഞാൻ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഉംറക്ക് പോയത്, ഹജ്ജിന് പോയത്. അതുകൊണ്ട് ഞാൻ 7 തൊവാഫ് മുതലൊന്നും നിർത്തൂല, എനിക്കൊരു 14 തൊവാഫ് ചെയ്യണമെന്ന് മൂപ്പര് വിചാരിച്ചാല് മൂപ്പര് ഹജ്ജും ഉംറയും പോയി എന്നല്ലാതെ അത് 7ന്റെ ഒരു കണക്ക് 8 എന്താ പ്രശ്നം, 6 എന്താ പ്രശ്നം? പറ്റൂല, 7 പറ്റുള്ളൂ. അത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇപ്പോ കഅബയിൽ തൊടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് 2 ഭാഗങ്ങളാണ്. ഒന്ന് ഹജറുൽ അസ്വദാണ്, 2 റുക്നുൽ യമാനിയാണ്. ഇത് 2 തൊടാൻ അനുവാദമുള്ളത്. തൊട്ട് ചുംബിക്കാൻ അനുവാദമുള്ളത് ഹജർ മാത്രമാണ്. കഅബയുടെ ബാക്കി എല്ലാ ഭാഗവും കല്ലല്ലേ, എന്താ ഇതിന് മാത്രം ഒരു പ്രത്യേകത? ഇതിന് മാത്രം പ്രത്യേകത ഉണ്ട് നബി പറഞ്ഞതാണ്. റുക്നുൽ യമാനി തൊടാനാണ് നബി പറഞ്ഞത്, അവിടെ നമ്മൾ തൊടും. ഹജർ തൊടാനും പറഞ്ഞിട്ടുണ്ട്, ചുംബിക്കാനും പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അവിടെ നമ്മൾ തൊട്ട് ചുംബിക്കും. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൗ കാന ദീനു ബിർറഇ, ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ദീനെങ്കിൽ, ലകാന അസ്ഫലുൽ ഖുഫി ഔലാ ബിൽ മസ്ഹി മിൻ അഅലാ,
പാദരക്ഷയുടെ മുകളിൽ തടവുമ്പോ, ഹുഫയുടെ മുകളിൽ തടവുമ്പോ, ആ മുകളിൽ തടവുന്നതിനേക്കാളും ബുദ്ധി കൊണ്ട് ആലോചിച്ച് നമുക്ക് എന്താ തോന്നുക? താഴെ തടവാനാണ്. കാരണം താഴല്ലേ കച്ചറ ഉണ്ടാവുക, താഴല്ലേ ചളിയും പൊടിയും ഉണ്ടാവുക. പക്ഷെ ബുദ്ധി കൊണ്ടല്ല ദീൻ. ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അള്ളാഹും റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ തീർന്നു. പിന്നെ അതിനപ്പുറത്തേക്ക് വേറെ അഭിപ്രായം തീരുമാനമൊന്നുമില്ല. ഖൈബർ യുദ്ധം നടന്നു. അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ച യുദ്ധമാണ് ഖൈബർ. മദീനയിൽ നിന്ന് 170 കിലോമീറ്റർ അപ്പുറത്താണ് ഖൈബർ ഉള്ളത്. അപ്പോൾ സഹാബിമാർ യുദ്ധമൊക്കെ കഴിഞ്ഞു, അവർ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്, തളർന്നിട്ടുണ്ട്, നല്ല വിശക്കുന്നുണ്ട്. ഖൈബറിന്റെ പരിസരങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയ കുറച്ച് നാടൻ കഴുതകൾ പിടിച്ചിട്ട് അവർ അറുത്തിട്ട് അത് അടുപ്പത്ത് വെച്ചു, ചെമ്പിൽ കിടന്ന് വെന്തുകൊണ്ടിരിക്കാൻ. അപ്പൊ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3 സഹാബിമാർ, ബിലാൽ ബിൻ റബാഹ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അബൂ തൽഹ, ഈ 3 ആൾക്കാർ വന്നിട്ട് പറയാണ്, അലാ ഇന്നല്ലാഹ വറസൂലഹു യൻഹയാനികും അൻഹാ, അള്ളാഹും അള്ളാഹുന്റെ റസൂലും ഇതാ നാടൻ കഴുതയുടെ ഇറച്ചി നിങ്ങൾക്ക് വിലക്കിയിട്ടുണ്ട്, അത് നിങ്ങൾ തിന്നാൻ പാടില്ല. നമ്മൾ ആലോചിക്കണം സഹാബിമാരുടെ ആ ഒരു സിറ്റുവേഷൻ. ഒരു വിശന്നിട്ട് ഒരു യുദ്ധം കഴിഞ്ഞ് നിൽക്കുന്ന മനുഷ്യന്മാർക്ക് എത്ര വിശപ്പുണ്ടാകും, ക്ഷീണം ഉണ്ടാവും നമ്മൾ ആലോചിച്ചാൽ മതി. ചെമ്പില് ഇറച്ചി പാകമായിക്കൊണ്ടിരിക്കുകയാണ്, വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ അവർ വന്നിട്ട് വിളിച്ചു പറയുന്നത് അള്ളാഹും അള്ളാഹുന്റെ റസൂൽ ഇത് വിലക്കിയിട്ട് നിങ്ങൾ തിന്നാൻ പാടില്ല. സഹാബിമാർ എന്താ തീരുമാനിച്ച്, എന്തായാലും ഇപ്പൊ നമ്മളിതിന് പിടിച്ച അറുത്തല്ലോ, ഇപ്രാവശ്യം ഇങ്ങനെ പോകട്ടെ, അടുത്ത പ്രാവശ്യം നമുക്ക് ആലോചിക്കാം എന്നാണോ അവർ ചിന്തിച്ചത്? ആ ചെമ്പോടുക്കൻ അവരാണ്ട് കമിഴ്ത്തി കളഞ്ഞു. നബി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ, അള്ളാഹു വിലക്കിയിട്ടുണ്ടോ, ഞങ്ങൾക്കത് വേണ്ട. അതാണ് മൻഹജു സലഫ്, അതാണ് സഹാബിമാരുടെ നിലപാട്. ആ നിലപാടിലേക്കാണ് നമ്മളും എത്തേണ്ടത്. ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാറിക്കൊള്ളണം. ശരി, അതല്ല ഇതാണെന്ന് മനസ്സിലായാൽ ഇങ്ങോട്ട് മാറാൻ നമുക്കൊരു തടസ്സം ഉണ്ടാവരുത്. അബൂ ഹനീഫ റഹിമഹുല്ലാഹു തആലയുടെ ഏറ്റവും പ്രമുഖനായ ശിഷ്യനാണ് അൽ ഖാദി അബൂ യൂസുഫ് റഹിമഹുല്ലാ. അദ്ദേഹം ഒരിക്കൽ ഖലീഫ ഹാറൂൺ റഷീദിന്റെ കൂടെ മദീനയിലേക്ക് വരുന്നുണ്ട്. മദീനയിൽ വന്നിട്ട് മദീനയിലെ ഇമാം ഉദാരി ഹിജ്റ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു കണ്ടു. അവർക്കിടയിൽ ഒരു വൈജ്ഞാനികമായ ചർച്ച നടക്കുന്നുണ്ട്. അബൂ യൂസുഫ് റഹിമഹുല്ലാഹു തആല ഇമാം മാലിക്കിനോട് ചോദിച്ചു, കമിസ്സാഉ ഇൻദകും, നിങ്ങളുടെ അടുക്കൽ ഒരു സാ എന്ന് പറഞ്ഞാൽ അതിന്റെ അളവ് എത്രയാണ്? സകാത്തുൽ ഫിത്ർ കൊടുക്കുന്ന ആ സാഇന്റെ അളവ് എത്രയാണ്? അപ്പൊ ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഖംസത്തു അർത്താലിൻ വസുലുസ്, അത് 5 റിത്തിലുകളാണ്. റിത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു കണക്കാണ്. വസുലുസ് പിന്നെ 1/3 അപ്പൊ അബൂ യൂസുഫ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഞങ്ങളുടെ അടുക്കൽ ഇറാഖിൽ ഇൻദനാ സമാനിയത്തു അർത്താൽ, അത് 8 റിത്തിലുകളാണല്ലോ. അപ്പൊ ഇത് രണ്ടും തമ്മിൽ നല്ല മാറ്റമുണ്ട്. അപ്പൊ ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളോട് പറഞ്ഞു, സദസ്സിലിരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞു, നാളെ നിങ്ങൾ വരുമ്പോ എല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ള സാഇന്റെ പാത്രവുമായിട്ടാണ് വരേണ്ടത്. അടുത്ത ദിവസം അവരൊക്കെ അവരുടെ കയ്യിലുള്ള സാഇന്റെ പാത്രവുമായിട്ട് ഇമാം മാലിക് റഹിമഹുല്ലാഹു തആലയുടെ സദസ്സിൽ വന്നു. അബൂ യൂസുഫ് റഹിമഹുല്ലാഹ് അവിടെ ഹാജരായിട്ടുണ്ട്. എന്നിട്ട് അവരൊക്കെ അവരുടെ പാത്രം കാണിച്ചു കൊടുത്തു. ഒരു 19 ആൾക്കാരുണ്ട്, എല്ലാവരുടെ പാത്രവും ഒരേ അളവിലാണ്. അബൂ യൂസുഫ് റഹിമഹുല്ലാഹു തആല അതിൽ നിന്നൊരു പാത്രം വാങ്ങിയിട്ട് അങ്ങാടിയിൽ പോയി ധാന്യം വാങ്ങി അത് തൂക്കി നോക്കി. അപ്പൊ അത് 5 റിത്തിലുകളാണ്, പിന്നെ 1/3 ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല പറഞ്ഞ കണക്കാണ് ശരി. ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായ പ്രകാരം അത് 8 റിത്തിലുകളാണ്. ഇറാഖിൽ അവർ ആ അഭിപ്രായമാണ് സ്വീകരിച്ചിരുന്നത്. അത് തെറ്റാണ്, ശരിയല്ല എന്ന് അബൂ യൂസുഫ് റഹിമഹുല്ലാഹു തആലക്ക് ബോധ്യപ്പെട്ടു. ഈ വന്ന ആൾക്കാരൊക്കെ പറഞ്ഞു, ഹദ്ദസനി അബി അൻ ജദ്ദി അന്നഹും കാനൂ യുഖ്രിജൂന അസ്സകാത ബിഹി അലാ അഹ്ദി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പാത്രത്തിന്റെ അളവ് അനുസരിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞങ്ങൾ സകാത്തുൽ ഫിത്ർ കൊടുത്തിരുന്നത്. അബൂ യൂസുഫ് റഹിമഹുല്ലാഹു തആലക്ക് കണക്ക് മനസ്സിലായി. അദ്ദേഹം ഇറാഖിലേക്ക് മടങ്ങിച്ചെന്നു. ഇറാഖിലേക്ക് മടങ്ങിച്ചെന്നിട്ട് അവിടുത്തെ ആൾക്കാരോട് പറയുന്നുണ്ട്, അതൈതുക്കും ബിഇൽമിൻ ജദീദ്, മദീനയിൽ നിന്ന് പുതിയ അറിവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ അവര് ചോദിച്ചു, എന്താണ് ആ പുതിയ അറിവ്? ഒരു സാ എന്ന് പറഞ്ഞാൽ അത് 8 റാത്തലുകളല്ല, അത് 5 റാത്തലും പിന്നെ 1/3 ഖാലഫ്ത ശൈഖൽ ഖൗം. അപ്പൊ അബൂ ഹനീഫയുടെ അഭിപ്രായത്തിനെതിരാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ഖാദി അബൂ യൂസുഫ് റഹിമഹുല്ലാഹു തആല പറയാണ്, ഒരിക്കലും തള്ളിക്കളയാൻ കഴിയാത്ത വിധത്തിലുള്ള തെളിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അതല്ലാത്തൊരു അഭിപ്രായം എനിക്ക് പറയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, അതാണ് മൻഹജു സലഫ് എന്ന് പറഞ്ഞാൽ.
നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് ഈ സംഭവത്തിൽ. ഞങ്ങളുടെ ഇമാമ് പറഞ്ഞതൊന്നുമല്ല. ഞങ്ങളുടെ ഇമാമ് പറഞ്ഞത് 8 റിത്തിലാണ്, അതുകൊണ്ട് നമ്മൾ 8 റിത്തിലേ കൊടുക്കുള്ളൂ, അത് വേറെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര തെളിവ് കിട്ടിയിട്ടും അതൊന്നും നമുക്കൊരു വിഷയമല്ല എന്നല്ലല്ലോ ഖാദി അബു യൂസുഫ് റഹിമഹുല്ലാഹു തആല പറഞ്ഞത്. ഇത്ര കാലം നമ്മൾ 8 റിത്തിലാണ് കണക്ക് പറഞ്ഞത്, പിന്നെ എങ്ങനെ ഇപ്പം അങ്ങോട്ട് മാറ്റി പറയാ? അത് ശരിയാവൂല. എത്ര സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത്, മദീനയിൽ നിന്ന് പുതിയൊരു അറിവായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നാ പറയുന്നത്. അത്ര കാലം എന്താണോ ചെയ്തിരുന്നത് അത് അങ്ങനെ തിരിച്ചു കളയാൻ. തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ, ഖുർആനിന്റെ ആയത്ത് ബോധ്യപ്പെട്ടാൽ, ഹദീസ് മനസ്സിലായാൽ അങ്ങോട്ട് മടങ്ങുക എന്നുള്ളതാണ് മൻഹജു സലഫ്. ഇപ്പൊ ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറയാം. നമ്മളെല്ലാവരും വുദു ചെയ്തു. വുദു ചെയ്ത സമയത്ത് ചില ആൾക്കാർ തലയുടെ മുടി തുടങ്ങുന്ന അവിടെ മുതൽ പെരടി വരെ പോയി, പിന്നെ പെരടിന്റെ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ മടക്കി കൊണ്ടുവന്ന് തല പൂർണ്ണമായിട്ടും തടവി. ചില ആൾക്കാർ 3 തവണ ഇങ്ങനെ തോണ്ടിപ്പോന്നു, തലയുടെ ആ മുൻഭാഗം മാത്രം തോണ്ടി തടവിയിട്ട് വുദു ചെയ്തു. അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹുവിന്റെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് പറയാണ്, കൈഫ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് വുദു ചെയ്തിരുന്നത്? അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു പാത്രം കൊണ്ടുവരി. വെള്ളം കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വുദു നേരിട്ട് കണ്ട സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുദു ചെയ്തതുപോലെ വുദു ചെയ്ത് കാണിച്ചു കൊടുക്കാൻ. എങ്ങനെ തല തടവിയെന്ന് അറിയോ? സുമ്മ മസഹ റഅസഹു ബിയദൈഹി, 2 കൈകൾ കൊണ്ടും തല തടവി. ഫഅഖ്ബല ബിഹിമാ വഅദ്ബറ, ഇവിടുന്ന് തുടങ്ങി വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. ബദഅ ബിമുഖദ്ദമി റഅസിഹി, മുടി വളർന്നു തുടങ്ങുന്ന അവിടുന്നാണ് തല തടവി തുടങ്ങുന്നത്. ഹത്താ ദഹബ ബിഹിമാ ഇലാ കഫാഹു, എന്നിട്ട് പരടി വരെ കൊണ്ടുപോയി. സുമ്മ റദ്ദഹുമാ ഇലൽ മകാനില്ലദി ബദഅ മിൻഹു, എവിടുന്നാണോ തുടങ്ങിയത് അങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. നബിയിൽ നിന്ന് വുദു നേരിട്ട് കണ്ട് പഠിച്ച സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ തല തടവിയെന്നാണ് കാണിച്ചു കൊടുക്കുന്നത്. സഹീഹുൽ ബുഖാരിയിലെ 185 ഹദീസാണ്. ഈ ഹദീസ് നമ്മൾ പഠിച്ചു, കേട്ടു. ഇനി അസറിന് നമ്മൾ വുദു ചെയ്യുമ്പോഴും ഇത്ര കാലം ഞാൻ മദ്രസയിൽ പഠിച്ചതൊന്നുമല്ലല്ലോ, ഞങ്ങളെ മദ്ഹബിലുള്ളത് അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരാള് തലന്റെ ഇവിടെ മാത്രം തോണ്ടി പോവുകയാണെങ്കിൽ അത് പ്രശ്നമാണ്. അതല്ല മൻഹജു സലഫ്. ഇത് ബുഖാരിയിലുള്ള ഹദീസ് തള്ളിക്കളയാനും കൂടി പറ്റൂല. അപ്പൊ നമുക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മടങ്ങുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കാരം നിർബന്ധമാകുന്നത് മിഅ്റാജിന്റെ രാത്രിയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നത് ഹിജ്റ 11-ലാണ്. എത്ര കൊല്ലങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരെ കൂട്ടിയിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നവൈതു അൻ ഉസല്ലിയ എന്ന് നിയ്യത്ത് ഓർക്കനെ ചൊല്ലിയത് നമ്മൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? എവിടെയും കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം A to Z സഹാബിമാർ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. എവിടെയും നിയ്യത്ത് ചൊല്ലി പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അന്നിയ്യതു മഹല്ലുഹാ അൽ ഖൽബ്, അത് ഹൃദയത്തിലാണ് ഉണ്ടാവേണ്ടത്. വത്തലഫ്ഫുദു ബിഹാ ബിദ്അ, അത് ഉച്ചരിക്കുക എന്നുള്ളത്, നാവുകൊണ്ട് പറയുക എന്നുള്ളത് ബിദ്അത്താണ്. ഇത്ര കൊല്ലങ്ങൾ നബി നിസ്കരിച്ചിട്ട് ഒറ്റ നിസ്കാരത്തിൽ പോലും നബി അത് ചൊല്ലിയിട്ടില്ല. ഇത് നമുക്ക് ബോധ്യപ്പെട്ടു. എന്നിട്ടും അല്ല, ഇങ്ങനൊന്നല്ല, നമ്മൾ കുറെ കാലമായിട്ട് ചൊല്ലി പറയലാണ്, നമ്മൾ അതന്നെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ അതല്ല മൻഹജു സലഫ്, അതല്ല മുൻഗാമികളുടെ രീതി എന്ന് പറഞ്ഞാൽ. തെറ്റു ബോധ്യപ്പെട്ടാൽ, ശരി ഇതാണെന്ന് മനസ്സിലായാൽ അങ്ങോട്ട് മാറണം. ദീന് മുറുകെ പിടിക്കുവാൻ, ശരി മുറുകെ പിടിക്കുവാൻ, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുവാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദു. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മുറുകെ പിടിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു മുസ്ലിമായി എന്നതിൽ നമുക്ക് അഭിമാനം തോന്നാറുണ്ടോ? ഞാനൊരു മുസ്ലിമാണ് എന്നതിൽ നമുക്കൊരു പ്രതാപം തോന്നിയിട്ടുണ്ടോ? സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ വന്നിട്ട് ശത്രുക്കൾ, എതിരാളികൾ പറയുന്നുണ്ട്, നിങ്ങൾ നബി വല്ലാത്തൊരു നബിയാണ് കേട്ടോ, എല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ, ഹത്തൽ ഖിറാ, മലമൂത്ര വിസർജന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വരെ നിങ്ങളെ നബി നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ. സൽമാൻ റളിയല്ലാഹു അൻഹു കളിയാക്കാൻ, പരിഹസിക്കാൻ,
അപ്പൊ അഭിമാനത്തോടു കൂടി സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അജൽ, ഞങ്ങളുടെ നബി ഞങ്ങൾക്ക് അതും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മലമൂത്ര വിസർജന സമയത്ത് ഖിബ്ലയിലേക്ക് മുന്നിടാനും പിന്നിടാനും പാടില്ല എന്ന് ഞങ്ങളുടെ നബി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വലത് കൈകൊണ്ട് ശൗച്യം ചെയ്യാൻ പാടില്ല എന്ന് ഞങ്ങളുടെ നബി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. കല്ലുകൊണ്ടാണ് വൃത്തിയാക്കുന്നത് എങ്കിൽ 3 കല്ലിൽ കുറയാൻ പാടില്ല എന്നും ഞങ്ങളുടെ നബി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉണങ്ങിയ കാഷ്ടം കൊണ്ടും എല്ലുകൊണ്ടും ശുദ്ധിയാക്കാൻ പാടില്ല എന്നും ഞങ്ങളുടെ നബി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അഭിമാനത്തോടു കൂടി തല ഉയർത്തിയിട്ട് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു എതിരാളികൾക്ക് മറുപടി കൊടുക്കാൻ. നമ്മൾ ആലോചിക്കേണ്ടത്, ഇങ്ങനത്തെ ഒരു ദീന് വേറെ ഏതാണുള്ളത്? ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ A to Z കാര്യങ്ങൾ വിശദമായിട്ട് പഠിപ്പിച്ചു തന്ന ഒരു ദീൻ വേറെ ഏതാണുള്ളത്? അതുമില്ല. ആ മുസ്ലിമായി എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനം തോന്നാറുണ്ടോ എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കുക. ഈ ദീന് നമുക്ക് എത്തിച്ചെന്നത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബിയിൽ നിന്ന് അത് നമുക്ക് എത്തിച്ചെന്നത് സഹാബിമാരാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബിമാരെയും നമ്മൾ സ്നേഹിക്കുക, അവരെ നമ്മൾ പിന്തുടരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ സുന്നത്തും നമുക്ക് പ്രിയപ്പെട്ടതാകണം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വിരുന്നിന് ക്ഷണമുണ്ടായി. ഒരു തയ്യൽ പണിക്കാരനായ സഹാബി നബിയെ ക്ഷണിച്ചു സൽക്കാരത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാനും പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സ്വീകരണത്തിൽ കിട്ടിയ ഭക്ഷണം ദുബ്ബാഉം ഖദീദുമാണ്. ദുബ്ബ എന്ന് പറഞ്ഞാല് ഒരു ചരങ്ങയാണ്, ഒരു തരം ചരങ്ങ. ഖദീദ് എന്ന് പറഞ്ഞാൽ ഈ വെയിലത്ത് വെച്ച് ഉണക്കിയ ഇറച്ചിയാണ്. ഇത് രണ്ടുമാണ് അന്ന് നബിക്ക് കിട്ടിയ വിഭവങ്ങൾ. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുബ്ബ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് കഴിക്കുന്നത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കാണാൻ. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു ആ പാത്രത്തിൽ നിന്ന് ദുബ്ബ ഒക്കെ പെറുക്കി കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, ഫലം അസൽ ഉഹിബ്ബു ദുബ്ബാ മിൻ യൗമിഇദിൻ. അന്ന് മുതൽ എനിക്ക് ചരങ്ങ ഇഷ്ടമാണ്. അന്ന് മുതൽ എനിക്കും ചരങ്ങ ഇഷ്ടമാണ്. കാരണം എന്താ? അത് നബിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്കിഷ്ടമാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവരാണ് സഹാബിമാർ. നമുക്ക് ആ നബിയോട് എത്ര സ്നേഹമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ നമ്മൾ എത്ര മുറുകെ പിടിക്കുന്നുണ്ട്. നബിനോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കോലത്തിൽ കാണണം, അത് നമ്മുടെ വസ്ത്രത്തിൽ കാണണം, അത് നമ്മുടെ പുരയിൽ നടക്കുന്ന കല്യാണങ്ങളിൽ കാണണം, അത് നമ്മുടെ പുരയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ചടങ്ങുകളിൽ കാണണം. ജീവിതത്തിന്റെ A to Z കാര്യങ്ങളിൽ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മാതൃകയാക്കണം. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഏറ്റവും നല്ല മാതൃക കാണിച്ചെന്ന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണായിട്ട് മുഴത്തിന് മുഴമായിട്ട് നമ്മൾ ഓരോരുത്തരും പിന്തുടരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ മുറുകെ പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ.